ഗാന്ധി കുടുംബത്തെ കൊണ്ടിനി കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനാവില്ല. ഡൽഹിയിലെ അവസാന റൗണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് നേടാനാകാതിരിക്കുന്ന സമയത്താണ് സത്യം തിരിച്ചറിഞ്ഞ 100 സീറ്റ് ലോക്സഭയിലേക്ക് നൽകി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തലകുനിച്ചു കൊണ്ട് പറയുന്നത് ഇനി ഗാന്ധി കുടുംബത്തെ കൊണ്ടാവില്ല എന്ന്. ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന് സാധ്യമല്ല. കാരണം 1, 2, 3, 4 എന്ന് പറഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് തകർന്നടിയുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെയാണ് ഇപ്പോൾ കല്ലേറ് മുഴുവൻ. ഇന്ത്യ മുന്നണി എന്ന വലിയ മുന്നണി ഉണ്ടാക്കിയിട്ട് അതിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് ചെയ്തു? ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടോ? ഇല്ല. എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ടെന്നില്ലാതെ പോകാൻ തയ്യാറെടുക്കുന്ന പ്രാദേശിക ശക്തിയായി നിൽക്കുന്ന പാർട്ടി നേതാക്കളെ, പാർട്ടികളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അതുമില്ല. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അടക്കം കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ വോട്ടിംഗിൽ അട്ടിമറി, EVM-ൽ അട്ടിമറി തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് രാഹുൽ കഴിഞ്ഞ ദിവസം അടക്കം പാർലമെന്റിൽ ഘോരഘോരം പറഞ്ഞത്. എന്നാൽ ഗാന്ധി കുടുംബം മുഴുവനായും സോണിയ, പ്രിയങ്ക, രാഹുൽ തുടങ്ങി എല്ലാവരും വോട്ട് ചെയ്യുന്ന ഡൽഹിയിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാനായില്ല എങ്കിൽ അതിനെ എന്തുകൊണ്ടാണ് അടയാളപ്പെടുത്തേണ്ടത് എന്ന് രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞേ പറ്റൂ. ഇവിടെ രാഹുലിനെയും കോൺഗ്രസിനെയും നോക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഊറിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് തോൽക്കുമ്പോൾ EVM-ഉം പൊക്കിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വരാന്തയിൽ കുത്തിരിപ്പാണ്. ഇത്തവണ അതിനുപോലുമുള്ള വോട്ട് കോൺഗ്രസിനില്ല. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം കഴിഞ്ഞ തവണത്തേതിൽ നിന്നും അല്പം വോട്ട് ഷെയർ ഉയർത്താനായി എന്നുള്ളതാണ്. 4-ൽ നിന്നും 7% കഷ്ടിച്ചൊന്ന് മുട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളിലും തോൽവി ഏറ്റുവാങ്ങിയ കോൺഗ്രസ് ഡൽഹിയിൽ വരുമ്പോഴെങ്കിലും കൃത്യമായ ഒരു പ്ലാനോടുകൂടി വരുമെന്ന് കരുതി. അതുണ്ടായില്ല. ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ അതും ഉണ്ടായില്ല. 50,000 ഡ്രോയിങ് റൂം മീറ്റിങ്ങുകളൊക്കെ BJP സംഘടിപ്പിക്കുമ്പോൾ, RSS റൂട്ട് തലത്തിൽ, ഗ്രാസ് റൂട്ട് തലത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെയൊന്നും കോൺഗ്രസിനെ കണ്ടില്ല. രാഹുൽ വലിയ പ്രകടനത്തിൽ പോലും രാഹുലിനെ വലിയ തോതിൽ തിളങ്ങിയും കണ്ടില്ല. അസുഖബാധിതനാണ് എന്ന് കേട്ടു. അതിനൊക്കെ ശേഷം തുടർന്ന് അവസാന നിമിഷമാണ് ഒരു ഓട്ടപ്രദക്ഷിണം വെച്ചത്. പ്രിയങ്കയാണെങ്കിൽ അൽക്കാലാംബയ്ക്ക് വേണ്ടി മാത്രമാണ് പ്രചാരണത്തിന് ഇറങ്ങിയത്. എന്നാൽ ആ അൽക്കാലാംബ ഇപ്പോഴും 3-ാം സ്ഥാനത്താണുള്ളത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. പിന്നെ തങ്ങളെ പരാജയപ്പെടുത്തിയ ആപ്പ് അഥവാ AAPയെ മാത്രം അവിടെ ഒന്ന് പരാജയപ്പെടുത്തി എന്നതൊഴിച്ചാൽ കോൺഗ്രസിന് ആശ്വസിക്കാൻ യാതൊരു വകയും തൽക്കാലം ഈ ഡൽഹി നഗരത്തിലില്ല, തലസ്ഥാന നഗരിയിലില്ല, കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ കാലാവധിയും കഴിഞ്ഞു എന്ന് തന്നെ പറയാം.